ഹലോ ഗൈസ്, നമ്മുടെ ബിഗ് ബോസിന്റെ എപ്പിസോഡിൽ റിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നതോട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം കേട്ടോ. ഇന്നലെ എപ്പിസോഡ് 26 ഡേ 25 കേട്ടോ. അതിന്റെ റിവ്യൂ ആണ്. സംഭവബഹുലമായ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ കുറെ എല്ലാം നേഴ്സറി കുട്ടികളുടെ കാര്യങ്ങളാണ്, അല്ലാണ്ട് ഭയങ്കര മൈൻഡ് ഗെയിം കളിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചയൊന്നുമല്ല. കുറെ പാവക്കുട്ടി വിഷയം, കുറെ ആ വിഷയം ഈ വിഷയം, അങ്ങനെ നല്ല ബേസിക് കണ്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങളൊന്നും തന്നെ ഇല്ല. ഈ നേഴ്സറി പിള്ളേരെ കുറെ പേരെ കൊണ്ട് ബിഗ് ബോസിൽ കൊണ്ടിട്ടേക്കുന്നു. അതിന്റെ കണ്ടന്റിന്റെ റിവ്യൂ പറയുന്നു. മൈൻഡ് ഗെയിം ഒന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. കുറേ പ്രൊമോസ് ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. ആ പ്രൊമോകളില് യാതൊരുവിധ നീതി പുലർത്താത്ത ബിഗ് ബോസ് തന്നെ ഇപ്പൊ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആൾക്കാരെ പുറത്തോട്ട് വിടുന്നു. ബിഗ് ബോസ് തന്നെ തിരിച്ചൊരു കണ്ടന്റ് ആക്കിയിട്ട് ആൾക്കാരെ കയറ്റുന്നു. ഇതൊക്കെയാണ് ഇപ്പൊ അവിടെ മെയിൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പറയാം, അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യുന്നത്. നമ്മുടെ രാവിലെ തന്നെ ഈ റെന, ചീവിയുടെ റെന ഷൂ ഹാങ്ങാന്ന് എന്തോ തെറി വിളിക്കുന്നുണ്ട്. എന്തോ തെറിയാന്നറിയാൻ പാടില്ല, എന്തോ ചൈന ഭാഷയിലുള്ള എന്തോ ഒരു തെറി അനുമോളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് നിരന്തരമായിട്ട് വിളിക്കുന്നുണ്ട്. അനുമോള് ജയിലിൽ കിടക്കുമ്പോൾ വിളിക്കുന്നുണ്ട്. ബിഗ് ബോസ് അത് മ്യൂട്ട് ചെയ്താ കാണിക്കുന്നത്. അതെന്താന്നുള്ളത് ലാലേട്ടൻ ചോദിച്ചു പറയേണ്ട ഇതാണ്. അപ്പൊ അങ്ങനെ ഒരു തെറിയും വിളിച്ചോ. രാവിലെ തന്നെ അനുമോളെ വിളിക്കുന്നുണ്ട്. പിന്നെ രാവിലെ തന്നെ അനുമോള് കിച്ചണില് ഇന്നലെ വൈകുന്നേരം അനുമോളുടെ കിറ്റ് കാണാനല്ലോ. കിറ്റിന് എന്ന് പറഞ്ഞാൽ എന്താ, കുളിക്കുന്ന ബോഡി വാഷോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള കിറ്റാ. അപ്പൊ അതിന് തലേദിവസം രാത്രിയിൽ അനുമോളും ആര്യനെയും ജിസേലിനെയൊക്കെ ഇവര് ആര്യൻ തന്നെ എടുത്തെന്ന് പറഞ്ഞിട്ട് അതിന് രാത്രി മൊത്തം അവിടെ കിടന്ന് ബഹളം വെച്ച് ക്യാപ്റ്റനെ എണ്ണിപ്പിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ വഴക്ക് കിച്ചനെ ആരിനോട് പറയുന്നുണ്ട്, നീ തന്നെ എടുത്തേന്ന് എനിക്കറിയാം, വേറെ ആരും എടുക്കൂല, നീ തന്നെ എന്റെ കിറ്റ് എടുത്ത, സത്യം പറഞ്ഞ എവിടെയാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആരും ഞാൻ എടുത്തില്ല. പിന്നെ അതിന്റെ പുറകില് അനുമോളുടെ പാവേനെ ആരിനെ ഇടിച്ചെന്ന്. അപ്പൊ എന്തിനാ നീ എന്റെ പാവേനെ ഇടിച്ചത്? അപ്പൊ നീ ആരിന്റെ ബ്രഷ് എടുത്ത് അനുമോൾ എടുത്ത് ഒളിച്ചു വെച്ചു, അതുകൊണ്ടാ ഇടിച്ചെന്ന്. എന്റെ പൊന്നെ, അങ്കമാടിയിലുണ്ട് കുറെ പാവയും. ഈ പാവേനൊക്കെ എന്തിനാ ബിഗ് ബോസ് അനുമോക്ക് കൊടുത്തേന്ന് ആർക്കറിയാം. എന്നെ കാണാൻ ഈ പാവേനെ കൊടുത്തേ. ഈ പാവയൊക്കെ ഒരു കണ്ടന്റ് ആണോ? ഇപ്പൊ പാവയൊക്കെയാണോ കണ്ടന്റ്? ഓരോരോ ദാരിദ്ര്യം പിടിച്ച ബിഗ് ബോസേ കുറെ കണ്ട് ഞാനൊന്നും പറയുന്നില്ല. പിന്നെ അങ്ങനെ അത് എല്ലാം കഴിഞ്ഞ് ബിഗ് ബോസ് എല്ലാവരെയും ലിങ്ക് റൂമിൽ വിളിച്ചു. നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ അതിഥി വരുന്നുണ്ട്, ആ അതിഥിനെ സ്വീകരിക്കാനായിട്ട് നിങ്ങളൊരു പാട്ട് തയ്യാറാക്കി സ്വീകരിക്കണമെന്ന് പറയുന്നു. അവരെല്ലാം കൂടെ ഒരു പാട്ട് പാടുന്നു. ഡോറ് തുറക്കുന്നു. നമ്മുടെ സ്പൈക്കുട്ടൻ വരുന്നു. അടുക്കള നോക്കുന്നു, എല്ലായിടത്തും വൃത്തിയുണ്ടോ നോക്കുന്നു. മെയിനായിട്ട് സ്പൈക്കുട്ടനെ വരുത്തേക്ക് നിവിനകത്ത് കയറ്റാനുണ്ട്. ബിഗ് ബോസിന് കണ്ടന്റ് ഇല്ല. സത്യത്തിൽ മെയിനായിട്ട് ബിഗ് ബോസിന് കണ്ടന്റ് ഇല്ല. ഇവരെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു വലിയ കണ്ടന്റുകളൊന്നും കൊടുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ ബിഗ് ബോസ് എന്ത് ചെയ്തു, അന്നാ ഒരു കാര്യം ചെയ്യും, ഞാൻ തന്നെ കണ്ടന്റ് ഉണ്ടാക്കാം, ഞാൻ തന്നെ എല്ലാം ചെയ്യാം പറഞ്ഞുകൊണ്ട് പിന്നെ ബിഗ് ബോസിന് വന്നിരുന്നാണ് കളിച്ചാൽ പോരെ. അങ്ങനെ സ്പൈക്കുട്ടം വന്ന് അടുക്കള നോക്കുന്നു, ബാത്റൂം നോക്കുന്നു, ബെഡ്റൂം നോക്കുന്നു. ഇവര് അതിന്റെ പുറകെ നടക്കുന്നു. തിരിച്ച് സ്റ്റോർ കൺഫെഷൻ റൂമിലോട്ട് കയറുന്നു. കഥ തുറക്കാനായിട്ട് പോകുന്നു. അപ്പൊ നിവിൻ അതിനകത്തിരിക്കുന്നു. എല്ലാം പറഞ്ഞു വെച്ചതുപോലെ ഇരിക്കുന്ന നിവിൻ അവിടെ വന്നിരുന്ന നിവിന് ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, ബിഗ് ബോസ് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാന്നൊക്കെ പറഞ്ഞു ബിഗ് ബോസിനോട് മാപ്പൊക്കെ പറഞ്ഞ് അകത്ത് കയറുന്നുണ്ട് കേട്ടോ. അയ്യോ, നിവിനെ കണ്ടപ്പോൾ എല്ലാവരോടും കെട്ടിപ്പിടിക്കുന്നു. ആഹ്ലാദ പ്രകടനം. എല്ലാവരോടും നീ വരൂ, ഞങ്ങൾക്ക് അറിയാമോ, നിനക്ക് വേണ്ടി ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മേളമായിരുന്നു. അപ്പത്തെ നിവിൻ പുറത്ത് വന്നപ്പോ തന്നെ അതിലെ നൂറയുടെ ഇവനെപ്പോഴാ പുറത്ത് വന്നേ, ഇവനെങ്ങനെ പുറത്തേക്കും പോയതല്ലേ, ഈ കളിക്ക് ഞങ്ങളില്ല എന്ന് അതിലെ നൂറേൻ പറയുന്ന പോലെ ആയിരുന്നു കേട്ടോ. നിവിൻ എന്നിട്ട് ആദിലേനെ കെട്ടിപ്പിടിക്കുന്നു, നൂറേനെ കെട്ടിപ്പിടിക്കുന്നു, അനുമോളെ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് അപ്പാനിയോടൊക്കെ പറയുന്നു, ഇനി എനിക്ക് അവര് ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടല്ല വന്നത്, ഇനി അവരോട് ഞാൻ ഗെയിം കളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല ഒരു മൊത്തത്തിൽ അറിയാം. നിവിൻ ഇവിടുന്ന് ഇപ്പൊ താടിയും മീശയൊക്കെ ഉണ്ടായിരുന്നല്ലോ, തിരിച്ചു വന്നപ്പോഴത്തെ ബാർബർ ഷോപ്പിലൊക്കെ കയറ്റി വൃത്തിയൊക്കെ ഇട്ടാ കൊണ്ടുവന്നേന്ന് തോന്നുന്നു. താടിയും മീശയൊന്നുമില്ല, ഫുൾ ക്ലീൻ ഷേവ് ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ അങ്ങനെ വന്ന് പറഞ്ഞ് അവരെയൊക്കെ കെട്ടിപ്പിടിച്ച് ഇനി അവരെന്റെ ടാർഗറ്റ് അല്ല, ഞാൻ അങ്ങനെയല്ല ഗെയിം കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഗെയിം മാറ്റിയേ കൊള്ളാം. പിന്നെ ഈ കിറ്റിന്റെ കേസ് അനുമോൾ ഇന്നലെ രാത്രി തൊട്ട് കിറ്റ് അന്വേഷിച്ച് എടുക്കുക. ആര്യൻ തന്നെ കിറ്റ് എടുത്തെന്ന് അനുമോൾ പറയുന്നുണ്ട്. അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ, ആര്യൻ തന്നെയായിരുന്നു. ആര്യൻ ഈ നിവിന്റെ ചെവിയിൽ പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി അനുമോളുടെ കിറ്റ് എടുത്ത് ഞാൻ പുറത്തോട്ട് വലിച്ചെറിഞ്ഞെന്ന്. എന്റെ പൊന്നാര്യ, ആര്യൻ എന്തിന്റെ കേട്? ആര്യൻ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഫ്രണ്ട്ഷിപ്പ് കൂടെ ഇവർക്ക് തമ്മി ഈ കിറ്റ്, പട്ടിക്കുട്ടി, ബ്രഷ്, ബാത്റൂമിൽ വെള്ളം ഒഴിച്ചില്ല, ഇങ്ങനെയുള്ള കേസുകളൊന്നും അല്ലാണ്ട്
നല്ല മൈൻഡ് ഗെയിം കളിച്ച് നല്ല കണ്ടന്റ് കൊടുക്കാനുള്ളതിന് അതൊന്നും ചെയ്യാൻ ഇവർക്ക് താല്പര്യമില്ല. അനുമോളുടെ കിറ്റെടുത്ത് ആര്യൻ പുറത്തോട്ട് വലിച്ചെറിയുന്നു. അതെന്തായാലും ആര്യന് നല്ല പണി കിട്ടും. ലാലേട്ടൻ വരുമ്പോൾ നല്ല പണി കിട്ടും. ചോദിക്കും, ലാലേട്ടൻ വരില്ല, ലാലേട്ടൻ വീഡിയോ കോളിസും ഇതിൽ കൂടെയൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ ഇന്നലെ അതിന്റെ ഒരു ഓർമ്മത്തിന്റെ ഷൂട്ട് കഴിഞ്ഞെന്നൊക്കെ അറിയാൻ കഴിയുന്നത് കേട്ടോ, അറിയത്തില്ല. അപ്പൊ അങ്ങനെ ആരും അതെടുത്ത് പുറത്ത് കളഞ്ഞത്. ഇനി ആ ഹൗസിന് പുറത്തോട്ട് എറിഞ്ഞോ, ഇനി അതെങ്ങനെ എറിഞ്ഞെന്ന് അറിയാൻ പാടില്ല. നിവിന്റെ ചെവി പറയുന്നുണ്ട്, ബിഗ് ബോസ് അടിയിൽ സബ് ടൈറ്റിൽ വെച്ച് അത് എഴുതി നമ്മളെ കാണിക്കുന്നുണ്ട്. എന്ത് കേട്ടാലേ ആരിന് അത് കറക്റ്റ് അനുമോള് പിടിച്ചുവിട്ട് ആരിനെന്നുള്ള കാര്യം മനസ്സിലായി. ആരിനെ രാത്രിയിൽ വിളിച്ചെണ്ണിപ്പി ചോദിക്കുന്നൊക്കെ മനസ്സിലായി. അനുമൊക്കെ കറക്റ്റ് മനസ്സിലായി ആരിനാണ്. പിന്നെ അക്ബറിന്റെ പാട്ട്, അക്ബറിന് നല്ല രീതിയിൽ പാട്ട് പാടാം അറിയാം. അക്ബർ ഇങ്ങനെ ബുള്ളി ചെയ്യാൻ മാത്രം അക്ബറിന് ദൈവം കൊടുത്ത ഒരു കഴിവാണ് പാട്ട് പാടുക എന്നുള്ളത്. അത് നല്ല ശബ്ദം, അക്ബറിന്റെ ശബ്ദം നല്ല രസം കേട്ടോണ്ടിരിക്കാൻ. എന്തിനാ അക്ബറെ ആ നല്ല സ്വരം കൊണ്ട് ഇങ്ങനെ ബുള്ളി ചെയ്യാനായിട്ട് നടക്കുന്നത്? അതും പാട്ട് പാടിക്കൊണ്ട് അക്ബറിന് കിട്ടിയ ഒരു കഴിവല്ലേ. എന്തിനാ ഇങ്ങനെ അതിങ്ങനെ ഒരാളെ വേദനിപ്പിക്കാനും ബുള്ളി ചെയ്യാനും അക്ബർ ഉപയോഗിക്കുന്നതെന്ന് അറിയത്തില്ല. ഈ അനുമോളുടെ പുറകെ അപ്പാനി, അക്ബർ, രണ, ബിന്നി, ബുള്ളി ഗ്യാങ്, ഇവരിനിയിപ്പോൾ ബുള്ളി ഗ്യാങ് എന്നറിയപ്പെടാം. ഈ ബുള്ളി ഗ്യാങ് മൊത്തം നടക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഈ ഒരാളുടെ പുറകെ നടക്കാതെ ഇവർക്ക് തമ്മി ഗെയിം കളിച്ചതിന്, മൈൻഡ് ഗെയിം കളിച്ചതിന്, ഇവർ ഫ്രണ്ട് ആവാനും കൂട്ടുകൂടാനും ഒരാളെ ബുള്ളി ചെയ്യാനുമാണോ വന്നിരിക്കുന്നത്? ഇപ്പൊ എന്തായി, അനുമോള് പുറത്ത് നല്ല റാണി, അനുമോക്ക് നല്ല സപ്പോർട്ട് ഉണ്ട്. ഈ രീതി ഇപ്പം ഇവന്മാര് ബുള്ളി ഗ്യാങ് മരമണ്ടന്മാര്, ഇവർക്ക് ശരിക്കും പേരും വീണു പാവാടവള്ളികളെന്ന്. ഇപ്പൊ അവിടെ 3 ഗ്രൂപ്പ് ഉണ്ട് പ്രൊമോയ്ക്കകത്ത്. ബിഗ് ബോസിന്റെ പ്രൊമോയ്ക്കകത്ത് ആദ്യമൊക്കെ പ്രൊമോയെ ഗ്രൂപ്പ് ഒന്നും സമ്മതിക്കത്തില്ലെന്നൊക്കെ പറയും. ഇപ്പൊ 3 ഗ്രൂപ്പ് ഉണ്ട്. ഷാനവാസ്, ഒനീല, അഭിലാഷ് ഒരു ഗ്രൂപ്പ്. ഇപ്പൊ ആദില, നൂറ, അനുമോള്, ശൈത്യ, രേണു ഒരു ഗ്രൂപ്പ്. അത് ചെറിയ ഗ്രൂപ്പ്, പൊങ്ങി വരുന്നേ ഉള്ളൂ. കാലക്രമേണ അത് പൊങ്ങി വന്ന് ഇവരെല്ലാം വിഴുങ്ങുന്ന ഗ്രൂപ്പാവുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വലിയ ഗ്രൂപ്പ് അക്ബറിന്റെ ഗ്രൂപ്പ്, ബുള്ളി ഗ്യാങ്, പാവാടവള്ളികളിൽ നിന്ന് ഇപ്പൊ പുറത്തറിയപ്പെടുന്ന ബുള്ളി ഗ്യാങ്. അത് ഈ അനുമോൾ എവിടെ തിരിഞ്ഞു നിന്നാലും അനുമോൾ അങ്ങോട്ട് പോയ പാട്ടുപാടി ബുള്ളി, അക്ബർ ഇങ്ങോട്ട് പോയ ബുള്ളിയും. ഒരു ഭയങ്കരമായിട്ട് ഓവർ ബുള്ളിങ്. എല്ലാത്തിനും ഒരു പരിധി വേണം അക്ബറിന്, എല്ലാത്തിനും. അപ്പാനിക്ക് ഒരു വാഗുണ്ട് എന്താ പറയുന്നതെന്ന് ഒരു മയമില്ലാത്ത അപ്പാനി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇന്ന് ജയിൽ നോമിനേഷൻ വന്നപ്പം അനുമോളും നമ്മുടെ അനീഷുമാണ്. അനീഷ ഒരു ഗ്യാങ്ങുമില്ല കേട്ടോ. അനീഷ തനി വഴി എന്ന് പറഞ്ഞ അനീഷ് പോകുന്നത്. ജയിൽ നോമിനേഷൻ വന്നപ്പോൾ അനീഷും അനുമോളുമാണ് ജയിലിലോട്ട് പോകുന്നത്. അപ്പൊ ഇവർക്ക് കൊടുക്കാനായിട്ട് ബിഗ് ബോസ് യൂണിഫോം, ഇവരുടെ ജയിലിലുള്ള യൂണിഫോം സ്റ്റോർ റൂമിൽ വെച്ചു. അപ്പാനി ഇവരേതാണ്ട് ഇവിടെ പുറത്തുള്ള ജയിലിൽ കൊണ്ടിട്ടേക്കുന്ന പോലെ, ഏതാണ്ട് ഗോവിന്ദചാമിയൊക്കെ കിടക്കുന്ന ജയിലില്ലേ അവിടെ കൊണ്ടിട്ട പോലെയാണ് അപ്പാനിയുടെ പെർഫോമൻസ്. അവൾക്കുള്ള, അതായത് അനുമക്കുള്ള ജയിൽ ഡ്രസ്സ് ഞാൻ തന്നെ കൊടുക്കും. അത് അപ്പാനി നിൽക്കുന്ന മഞ്ഞ സോഫയുണ്ട്, അത് അവിടെ തന്നെ വന്ന് വാങ്ങണം. എന്നിട്ട് അക്ബറിനോട് പറയാം, അക്ബർ പാട്ട് പാടണം, അതിന് യൂണിഫോം വാങ്ങാൻ പറ്റും. എന്തോ ഭയങ്കര പുറത്തുള്ള ജയിലിൽ കൊണ്ട് അടച്ച പോലെ. ഈ അപ്പാനിക്ക് അത്ര പോലും ചിന്തിക്കാനുള്ളൊരു മൂളയില്ലേ. ഇത് പുറത്തുള്ള ജയിലല്ല, ഇത് ഇവർ തന്നെ നോമിനേറ്റ് ചെയ്യുന്ന ജയില. ഇതിലൊരു കാര്യമില്ല. ഇങ്ങനെ ചെല്ലുമ്പോൾ സ്ക്രീൻ സ്പേസ് കിട്ടുകയോ ചെയ്യുന്നതെന്ന് അത്ര പോലും വിവരമില്ലാത്ത ആളാണ് ഈ അപ്പാനി. ഇവരിങ്ങനെ ഗ്യാങ് ആയിട്ട് കിടന്ന് ബുള്ളി ചെയ്യുമ്പോൾ ആ ഒരാൾക്ക് പുറത്ത് നല്ല സപ്പോർട്ട് കിട്ടുമെന്ന് അത്ര പോലും അറിയാൻ മേലാത്ത മരമണ്ടന്മാരും ഗെയിം കളിക്കാൻ അറിയാത്ത തിരുമണ്ടന്മാരും കുറേ എന്താ പറയുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എങ്ങനെയാ ബിഗ് ബോസ് സെലക്ട് ചെയ്ത് കിട്ടുന്നതെന്ന് ആർക്കറിയാം. ഒരു നല്ല ഗെയിം കാണാൻ പറ്റുന്ന ഈ സീസൺ, ഒരു നല്ല ഗെയിം ബിഗ് ബോസ് തന്നെ ഇപ്പൊ ഒന്നും ഗെയിം കളിക്കുന്ന അവസ്ഥയായി. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നടന്നത് ക്യാപ്റ്റൻസി ടാസ്ക്. അതിനകത്ത് റെന, ബിന്നി, നിവിൻ അത് ഗ്യാങ്ങായിട്ട് മെയിൻ ബുള്ളി ഗ്യാങ്ങിനെ തന്നെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വരുമെന്നതിൽ ബിന്നി, റെനയും മറ്റേ ഇതിൽ നമ്മുടെ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ സ്വേച്ഛാധിപതി, അതിനകത്ത് ടാസ്ക് നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം ബിന്നി, റെനയും നിവിനും കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായത്. അപ്പൊ അനു പറയുന്നുണ്ടായിരുന്നേ, ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് അനുമോള് ആദിലയോടോ ശൈത്യയോടൊക്കെ പറയുന്നത് എനിക്ക് ഒരിക്കലും ക്യാപ്റ്റൻ ആവാൻ പറ്റൂല, ഇവരെന്നെ ആക്കൂലെന്ന്. അതൊന്നും പറയാൻ പറ്റത്തില്ല. ഇന്നിപ്പോ നോമിനേഷനകത്ത് ആര്യൻ ഔട്ട് ആവും എന്നൊക്കെ പറയുന്നുണ്ട്. ആര്യനൊക്കെ ഔട്ട് ആവുകയാണെങ്കിൽ ഇവർക്കിട്ട് കിട്ടുന്ന നല്ല അടിയായിരിക്കും. ആരും പോലും പ്രതീക്ഷിക്കുന്നില്ല ആര്യൻ ഔട്ട് ആവും എന്നുള്ള കേസ്. അപ്പൊ അങ്ങനെയൊക്കെ പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു 3-4 ആഴ്ചയിലേ ആയിട്ടുള്ള അനുമോളാ ഇപ്പൊ വോട്ടിങ് മുന്നിൽ നിൽക്കുന്നത്. ഇനി ചിലപ്പോൾ അനുമോള് ഭരിച്ചാൽ ശരിക്കും അനുമോൾ ഒരു ക്യാപ്റ്റൻ ആവണം. അപ്പൊ അനുമോളുടെ എങ്ങനെയാ ഭരിക്കുന്നതെന്നൊക്കെ അറിയാം കേട്ടോ. ഈ പ്രാവശ്യത്തെ ക്യാപ്റ്റൻസി അപ്പാനിയായിരുന്നു. അപ്പാനി ലോക തോൽവിയായിട്ടുള്ള ക്യാപ്റ്റൻ. ഒരു അപ്പാനിയുടെ ഗ്യാങ്ങിനെ മാത്രം പ്രയോറിറ്റി കൊടുത്ത് അവരെ മാത്രം പാമ്പർ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു വൃത്തികെട്ട ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പാനിയുടെ ക്യാപ്റ്റൻസി കൊള്ളൂലായിരുന്നു, ഇഷ്ടപ്പെട്ടില്ല അപ്പാനിയുടെ ക്യാപ്റ്റൻസി. ഇതിലും ഭേദമായിരുന്നു ആര്യന്റെ ക്യാപ്റ്റൻസി എന്ന് തോന്നുന്നുണ്ട്.
പിന്നെ അത് കഴിഞ്ഞ് ജയിൽ നോമിനേഷൻ, അത് ഞാൻ പറഞ്ഞല്ലോ, അനു അനീഷും ജയിലിൽ പോയി. പുറകെ നടന്ന പുള്ളിങ്ങായിരുന്നു. ആ ജയിലിനകത്ത് കയറിയപ്പോഴും കിടന്ന പുള്ളിങ്ങായിരുന്നു. അതിൻ്റെ പുറത്ത് നമ്മുടെ ഈ പെണ്ണില്ല, ജിസേലും ഈ റെനയും കൂടെ ജയിലിന്റെ പുറത്തൂടെ ഉലാത്തുന്നുണ്ടായിരുന്നു. അങ്ങോട്ടും ഉലാത്തുന്നു ഇങ്ങോട്ടും ഉലാത്തുന്നു. ആ ഉലാത്തുന്നതിന്റെ ഇടയ്ക്ക് കിടന്നുകൊണ്ട് ഈ അനുമോളെ ഈ ചൈനീസ് ഭാഷയിലുള്ള എന്തോ ഒരു തെറി, എന്ത് തെറിയാന്നറിയുമ്പോൾ എന്തോ തെറി വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ജിസേൽ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ തെറി പറയരുതെന്നുള്ള കാര്യം. പിന്നെ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പുറത്ത് വന്നിരുന്ന ഇവര് ഭയങ്കരമായിട്ട് പാട്ട്, ഈ നമ്മുടെ പുറമുള്ള പൂജപ്പരയിലൊക്കെ കൊണ്ട് അടച്ച പോലെയുള്ള സന്തോഷ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നു. പാട്ട് പാടി അതിനകത്ത് കിടന്ന് പുള്ളി ചെയ്യുന്നുണ്ടായിരുന്നു. ഇവര് കുറെ പുള്ളി അനുമോൾ ഇങ്ങനെ മുകളിലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ ലാലേട്ടൻ തന്നെ പറയുന്നത് പ്രഷർ കുക്കറിനകത്ത് അവര് ജീവിക്കുന്നതെന്ന്. അപ്പൊ അതിന്റെ കൂടെ രാവിലെ തൊട്ട് രാത്രി വരെ ഇങ്ങനെ ഒരു 3-4 പേര് നിരന്തരമായിട്ട് ഇങ്ങനെ ഒരാളെ തന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടും പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നൊക്കെ എന്തൊരു കഷ്ടമാ. ഇവർക്ക് തമ്മി ഗെയിം കളിക്കാൻ എന്താ പറ്റില്ലാത്ത, തമ്മി കുറ്റം പറയാനും പറ്റില്ലാത്ത. ജിസേലിലേക്ക് എന്തോരം നിയമലംഘനങ്ങളുണ്ട്, ഇതൊന്നും ഇവർ പറയാത്ത എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം, അനുമോളെ വിട്ടിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കാത്ത എന്താന്ന് എനിക്കറിയാൻ പാടില്ലാട്ടോ. ഇവര് കൂട്ടുകൂടി ഒന്നിച്ച് കപ്പടിച്ച് പോകാനുള്ള പരിപാടിയായിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ അപ്പാനി അക്ബറിന്റെയും മറ്റേ പുള്ളി ഗാങ്ങിന്റെ അടുത്ത് എന്ന് പറയാണ്, ആദിലയ്ക്കും നൂറയ്ക്കും ഞാൻ ചോറ് വാരി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവരിപ്പോ എന്നെ എടാ ശരത്തെ എന്നൊക്കെ എങ്ങനെയാ വിളിക്കുന്നത്, ഞാൻ അവരുടെ വായിൽ ഈ കൈ കൊണ്ടാ ഞാൻ ചോറ് വാരി കൊടുത്തതിനെ കൂടെ അപ്പാനി പറയുന്നുണ്ട്. അത് അവര് ചോദിച്ചിട്ടല്ല അപ്പാനെ ചോറ് വാരി കൊടുത്തിരുന്നത്. ആദിലെ നൂറ എന്തോ അന്ന് വഴക്കുണ്ടായ സമയത്ത് പുറത്തിരുന്നപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നിട്ട് അപ്പാന് പോയി ഫുഡ് എടുത്തോണ്ട് ഇവരുടെ വായിലോട്ട് വെച്ച് കൊടുത്തതാ. അങ്ങനെ കൊടുത്തെന്ന് പറഞ്ഞാൽ അവർക്ക് ഗെയിം കളിക്കണ്ടേ? അപ്പാന് പറയുന്നത് തിരിച്ചു പറയണ്ടേ? അപ്പാന് വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയല്ലെന്ന് പറഞ്ഞ് കൊണ്ടുവച്ചേക്കുന്നതാണ്. അവര് ചോദിച്ചില്ല അപ്പാനോട് ചോറ് വാരി കൊടുക്കാൻ. അതെല്ലാം പറഞ്ഞുകൊണ്ട് ആദിലെ നൂറയൊക്കെ അവിടെ ഇരിക്കുക. അവിടെ വന്നിരുന്ന ആദിലെ നൂറയോട് കടി വേണമെന്ന്. അപ്പൊ ഈ ഒരു ബിഗ് ബോസ് അതിനകത്ത് ഒരു ചായക്കട നടത്തി ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പഴംപൊരി, പരിപ്പോട്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. ഈ ഗ്രഹണി പിടിച്ച പിള്ളേരെ പോലെ ഇത് കണ്ടപ്പോഴത്തെ എല്ലാവരോടും ഓടിച്ചാടി അതിനകത്ത് നിന്ന് പരിപ്പോടെ ബിന്നിക്കൊന്നും വർത്താനം പോലും പറയാൻ പറ്റില്ലായിരുന്നു. പഴംപൊരി വായിക്കകത്ത് ഇങ്ങനെ നിറഞ്ഞിരുന്നിട്ട് അതിനകത്ത് അനുമോളി എന്നിട്ട് പഴംപൊരി ഒരു ചായക്കടക്കാരൻ നിൽപ്പുണ്ട്, പുള്ളിയുടെ കൂടെ പഴംപൊരി ഇടുന്നുണ്ട്. അപ്പൊ അതാരം ചോദിച്ചപ്പോ ആ പുള്ളിയുടെ ചേട്ടന്റെ മോളെന്നൊക്കെ അനുമോള് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അനുമോളോട് അതുപോലെ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ബിന്നിയും നമ്മുടെ ആദിലെ നൂറയും കൂടെ സോഫയിലിരുന്നപ്പം അപ്പാനെ വന്ന് ചോദിക്കുകയാണ് കടി വേണമെന്ന്. അപ്പൊ അതിലെ നല്ല മറുപടി ആദിലെ നൂറെ പറഞ്ഞിട്ടുണ്ട്. റെന വള്ളി ട്രൗസർ പൊരിച്ചതുണ്ട് എടുത്തോളാൻ. അപ്പൊ എനിക്കൊന്നും മിണ്ടാനില്ലായിരുന്നു, ഒരക്ഷരം പോലും മിണ്ടിയില്ല. അണ്ണാക്കി പിരിവെട്ടിട്ടിരിക്കുന്ന ഇതിനാ പറയുന്നത്. അങ്ങനെ ഇരുന്ന് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഷാനവാസ് ഒനിയലിലൂടെ അവരുടെ ഒരു പൊട്ട ഗ്രൂപ്പ്, തലയ്ക്ക് വെളിവില്ലാത്ത കുറെ ഗ്രൂപ്പ്, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. ഇവരുടെ വിചാരം ഇവരേതാണ്ട് ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ആസൂത്രണം ചെയ്യുക എന്നുള്ള ഒന്നുമില്ല. മറ്റേതിനകത്ത് ഇതാണെങ്കിൽ നല്ല ഇപ്പം ഞാൻ പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് അത് മാത്രമേ ഉള്ളൂ, പൊട്ടിയിലൊന്നുമില്ല. ഇവരുടെ വിചാരം ഇവരെന്താണ്ട് അന്താരാഷ്ട്ര കാര്യങ്ങൾ ഗൂഢാലോചന ചെയ്തെന്തോ ഭയങ്കരമായിട്ട് മലമറിക്കുന്ന മൈൻഡ് ഗെയിമൊക്കെ അവിടെ കളിച്ച് ഭയങ്കരമായിട്ട് ചെയ്യുന്ന ഒരു തേങ്ങായും ഇല്ല കേട്ടോ. അവരെ അനുമോളെയും ആദില, നൂറ, രേണു, ശൈത്യ ഇവരെല്ലാം കൂടി ഇവരുടെ ഗ്യാങ്ങിലോട്ട് കൊണ്ടുവരണം. ഇവരുടെ ഗ്യാങ്ങിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ അപ്പൊ 8 പേര്, അപ്പൊ അവരെ അടിക്കാം. ഇപ്പൊ അവരെ അടിക്കാൻ പറ്റിയ സമയം ആരാ? മറ്റേ പുള്ളി ഗ്യാങ്ങിനെ അടിക്കാൻ പറ്റിയ സമയം. ഇവരെന്തേലും ഒന്ന് ആ സോഫായെന്നോ അല്ല ആ ബീംബായിന്ന് എണ്ണീറ്റ് എന്തേലും ഒന്ന് കുണ്ടിയും പൊക്കിട്ടൊന്ന് ചെയ്താൽ മതിയായിരുന്നു. ഒന്നുമില്ല, ചുമ്മാ പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഒരു കണ്ടന്റും ഇല്ല കേട്ടോ. പിന്നെ ജയിൽ ടാസ്കാണ് നടന്നത്. ഇങ്ങനെ ഒട്ടിക്കുന്ന ചെറിയൊരു പേപ്പർ പോലെ കൊടുക്കും, അതിനകത്ത് ലേലുവലു ഇറക്കി വിടണോ പുറത്ത്. പിന്നെ ആ ഇറക്കി വിടുന്നതിൽ അവരത് മൊത്തം ഒട്ടിക്കണം. അങ്ങനെ രാത്രി മൊത്തം ഒട്ടിച്ച് വന്നിട്ട് രാത്രി അനുമോക്ക് വാഷ്റൂമിൽ പോകണമായിരുന്നു. അപ്പം ബിഗ് ബോസ് അനീഷ് അപ്പാനിനെ വിളിച്ചെണ്ണീപ്പിച്ച് ഇവരെ ടോയ്ലറ്റിലോട്ട് വിട്ടു. അപ്പൊ പിന്നെ നമ്മൾ കാണിക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് കുറെ കട്ടുണ്ട് കേട്ടോ. കാണിക്കുന്നത് അനുമോളുടെ പാവേനെ എടുത്ത് പുറത്തോട്ട് വലിച്ചെറിഞ്ഞു, അനുമോളോട് എടുക്കാൻ പറഞ്ഞു. അപ്പൊ അനുമോൾ അത് എടുക്കാൻ പോകുന്നു. അപ്പൊ അതിന്റെ മുന്നിൽ എന്താണ് അനുമോള് തെറി പറഞ്ഞെന്നോ കുറെ പ്രാഗു ചെയ്തെന്നോ അപ്പനി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ കറക്റ്റായിട്ട് കണ്ടില്ല കേട്ടോ. അത് കണ്ടിട്ട് അതിന്റെ വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഇതിടാം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നത്. ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ഒരു ഗെയിമില്ല. എല്ലാം ഈ പിച്ചി, ഞുള്ളി, മാന്തി, കുറെ ബുള്ളിങ്, മൈൻഡ് ഗെയിം ഒന്നും ഒരു ഗെയിമും ഇല്ല. ഇനി ചിലപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് പണ്ടത്തെ ഗെയിമുകളൊക്കെ ഉണ്ടല്ലോ, നല്ല ഇപ്പം ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പ്രൊവോക്കായി നിൽക്കുക. മറ്റേ ഫോൺ കോള് വരുന്ന ടാസ്ക് ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും
റിയ സലീം ഒക്കെ കളിച്ചില്ലേ സീസൺ 4-നകത്ത്, അങ്ങനത്തെ ഒരു ടാസ്ക് ഇപ്പോൾ വരികയാണെന്നല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എല്ലാവരും നല്ല രീതിയിൽ പൊട്ടാൻ തയ്യാറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ച് കീറാൻ തയ്യാറായിട്ട് ഇപ്പോൾ ആ ഫോണിങ് ടാസ്കിനുള്ള അടിപൊളി സമയം അതൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. ഇവരുടെ മനസ്സിലുള്ള കുറേ ഇവർ ഫോൺ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്തോളം നമുക്ക് കുറേ കണ്ടന്റും കിട്ടിയേനെ. ഇങ്ങനെ ഈ നിക്രിമുള്ളിയ കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറേ പറയേണ്ടായിരുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലുണ്ടായത്. പിന്നെ അത്തപ്പൂക്കള മത്സരം ഉണ്ടായിരുന്നു ഉജാലയുടെ, അതിനകത്ത് അക്ബറിന്റെ ഒക്കെ ടീമിനാ ഫസ്റ്റ് കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇതിലിരിക്കുമ്പോൾ തന്നെ മനസ്സിൽ പല 2 ടീമായിട്ടാണല്ലോ തിരിഞ്ഞേക്കുന്നത്. അങ്ങനെ ഇരുന്നാൽ തന്നെ ഇവർക്ക് മനസ്സിലെ വെറുപ്പുള്ള കാരണം അങ്ങ് സിങ്ക് ആവാൻ പറ്റുന്നില്ല ഒന്നിനോടും. അപ്പൊ ബിഗ് ബോസ് ടീം എല്ലാം കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നല്ല കണ്ടന്റുകൾ രീതി വരുന്നുള്ളൂ. ഇവരെ മൈൻഡ് ഗെയിം കളിപ്പിക്കാനുള്ള ആക്കുക. ഇപ്പോൾ വയൽക്കാട് കയറുന്നുണ്ടെന്ന് പറയുന്നത് 7 വയൽക്കാട് കയറുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആക്ടർ ബാല, പിന്നെ കുറച്ച് രണ്ട് ഇതില്ല മസ്താനി, അങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്ന ആങ്കർമാർ 2-3 പേര്, പിന്നെ അങ്ങനെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ശനിയാഴ്ച നാളെയൊക്കെ ചിലപ്പോൾ ഇന്നോ നാളെയൊക്കെ കാണും. ഇന്നിപ്പോൾ അവർക്ക് ഡ്രൈ ഡേ ആണ്, രാവിലെ എപ്പിസോഡ് ഇത് ലൈവ് വെച്ച് കിട്ടൊന്നുമില്ല, അവർ കിടന്ന് ഉറക്കം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നാളെ നമുക്ക് കാണാമായിരിക്കും. ലാലേട്ടൻ ഇവിടെ ഇല്ല, പുറത്തല്ലേ, കാനഡയിലോ എങ്ങാണ്ട പോയേക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സൂമിൽ കൂടെ വരുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇന്നുള്ള കാര്യങ്ങൾ അറിയാം. ആര്യൻ എവിക്റ്റ് ആവുമെന്ന് പറയുന്നുണ്ട്. ആര്യന് പൊതുവെ തന്നെ ഹേറ്റ് നല്ല രീതിയിൽ ആര്യന് ഹേറ്റ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. കാരണം ആര്യന് പുറത്ത് ഔട്ട് ആവുമെന്ന് പറയുന്ന നിൽക്കുന്നുണ്ട്, അറിയില്ല കേട്ടോ, കറക്റ്റ് എന്നാന്ന് എനിക്കറിയില്ല. യൂട്യൂബ് പോളിലും അൺഒഫീഷ്യൽ പോളിലൊക്കെ ആര്യനൊക്കെ കുറവാണ്. ആര്യൻ, രേണു, ഒനിൽ ഇവരൊക്കെ ഇവരിലാരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഔട്ട് ആവുമായിരിക്കും. ഇത്ര 7 പേര് കയറുമ്പോൾ കുറച്ച് പേരെങ്കിലും ഔട്ടായി പുറത്തോട്ട് പോകണമല്ലോ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിനകത്തുള്ളത്. ഇന്നിപ്പോൾ ലൈവിനകത്ത് വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാം. ഓക്കെ, ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കരുത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്ക് സബ്സ്ക്രിപ്ഷൻ കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് ഇറങ്ങുന്ന ചാനലല്ലേ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.